മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ തീരുമാനിച്ചു. പ്രേംലാലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. പ്രേംലാൽ, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയോ? എന്താണ് സമവാക്യം? ഉപമുഖ്യമന്ത്രി ആയി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ വരുന്നു എന്ന വാർത്തകൾ, സൂചനകൾ അല്പം മുൻപ് വരെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് തീരുമാനമായിരിക്കുന്നത്? നടൻ ആമിർ ഖാന്റെ പാനി ഫൗണ്ടേഷൻ സ്ഥിരീകരിച്ചു. ഇതോടെ ദിവസങ്ങളായി നീളുന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൈക്കൊള്ളുന്ന തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇന്ന് ജന്മനാട്ടിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ബിജെപിക്ക് ഷിൻഡെ വഴങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നുമാണ് ഷിൻഡെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഉപമുഖ്യമന്ത്രി പദം നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ഒരു തർക്കത്തിന് പരിഹാരം കാണുവാനായിട്ടുള്ളതാണ് ബിജെപി ശ്രമിക്കുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നാൾക്കുനാൾ മുറുകുന്ന സാഹചര്യത്തിൽ ഡിസംബർ 2 or 3 തീയതികളിൽ ചേരുന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് അന്തിമമാക്കിയ ശേഷം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് തിരിച്ചെത്തുമെന്ന് ആണ് മുതിർന്ന ബിജെപി നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ഡിസംബർ 2 or 3 നടക്കും. ഷിൻഡെ ആഭ്യന്തര വകുപ്പിൽ അവകാശം ഉന്നയിച്ചതിൽ നിന്ന് ഇനിയും പിന്മാറിയിട്ടില്ല. ബിജെപി, ശിവസേന, എൻസിപി എന്നീ മഹായുതികളുടെ എല്ലാ പങ്കാളികളും സമവായത്തിലെത്തിയ ശേഷം വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് അന്തിമമായെന്ന് ബിജെപി നേതാവ് റാവു സാഹിബ് ധൻവയാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ശരി, പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.